ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ നോമ്പ് കാലയളവിൽ നിങ്ങളോട് ദൈവവചനം പങ്കുവെക്കുവാൻ ദൈവം തന്ന അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നോമ്പിൻ്റെ 42-ാം ദിവസത്തിൽ സഭയായി ചിന്തിക്കുന്ന വിഷയം, ഇത് നീ വിശ്വസിക്കുന്നുവോ? ഡു യു ബിലീവ് ദിസ്? ഇതിന് ആധാരമായ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. മശിഹായ ക്രിസ്തു ജീവനും പുനരുത്ഥാനവുമെന്ന ദൈവശാസ്ത്ര രഹസ്യം വിശുദ്ധ യോഹന്നാൻ ഈ സംഭവ വിവരണത്തിലൂടെ ലോകത്തോട് പറയുന്നു. ജീവൻ നൽകുന്നതിനും സമർത്ഥമായ ജീവൻ്റെ അനുഭവം സാധ്യമാക്കുന്നതിനുമാണ് ക്രിസ്തു ലോകത്തിൽ വന്നത്. തന്നിൽ വിശ്വസിച്ച് പിന്തുടരുന്ന എല്ലാവർക്കും ഈ ജീവൻ്റെ സമൃദ്ധി ക്രിസ്തു വാഗ്ദാനം ചെയ്യുന്നു. ഈ വേദഭാഗത്തു നിന്നും 2 ചിന്തകൾ പങ്കുവയ്ക്കുന്നു. ഒന്നാമതായി, വേദനയിൽ പങ്കുചേരുന്നതിലെ ജീവദായക അനുഭവം. യേശു ഉള്ളം നൊന്ത് കലങ്ങി, യേശു കണ്ണുനീർ വാർത്തു എന്ന് നാം വായിക്കുന്നു. മാർത്തയുടെയും മറിയുടെയും പിന്നെ അവിടെ കൂടി നിന്നവരുടെയും നൊമ്പരത്തിൽ യേശു പങ്കുചേരുന്നു. ഇത് ലോകത്തിൻ്റെ വീണ്ടെടുപ്പിനായുള്ള ദൈവിക നൊമ്പരത്തിൻ്റെ പ്രതീകമാണ്. ക്രിസ്തുവിൻ്റെ ജഡാവതാരം ലോകത്തിൻ്റെ വല്ലായ്മകളിലുള്ള ദൈവത്തിൻ്റെ നൊമ്പരമാണ്. ഈ ദൈവിക നൊമ്പരത്തിൽ ഇന്ന് പങ്കുചേരുന്നതാണ് ജീവദായക ശുശ്രൂഷ. ലോകത്തിൻ്റെ വേദനയോട് നിസ്സംഗത പുലർത്തുന്ന ഒരു മരവിപ്പിൻ്റെ സംസ്കാരം ഇന്ന് വർദ്ധിച്ചു വരുന്നു. അപരനെ അന്യനായി കരുതുകയും അവൻ്റെ സങ്കടങ്ങൾ അവൻ്റെ സ്വകാര്യ നൊമ്പരങ്ങളായി മാത്രം ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം. ഇതിന് വിഭിന്നമായി അപരനെ തൻ്റെ ഉന്മയുടെ ഭാഗമായി കാണുകയും അവൻ്റെ സങ്കടങ്ങൾ തൻ്റെ കൂടെ വ്യക്തിവിധികളാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ആത്മീയതയാണ് ജീവദായക ശുശ്രൂഷയിലേക്ക് നയിക്കുന്നത്. ദൈവസൃഷ്ടിയുടെ മരണാവസ്ഥകളോടുള്ള പ്രതികരണമാണ് ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയക്കുവാൻ പിതാവാം ദൈവത്തെ നിർബന്ധിച്ചത്. ഇന്നും ഈ സ്നേഹം അപരനു വേണ്ടി വേദനിക്കുവാൻ നമ്മെ നിർബന്ധിക്കുന്നു. രണ്ടാമതായി, ക്രിയാത്മകത, വിശ്വാസത്തിൻ്റെ ജീവദായക അനുഭവം. കല്ല് നീക്കുവിൻ, കെട്ടഴിപ്പീൻ എന്നിവ വിശ്വാസത്തിൻ്റെ ക്രിയാത്മക പ്രവർത്തനത്തിനായുള്ള ആഹ്വാനമാണ്. ക്രിസ്തുവിനോട് കൂടെ ജീവദായക ശുശ്രൂഷയിൽ പങ്കുചേരുന്നതിനുള്ള നിയോഗമാണ് ഇവിടെ ശിഷ്യർക്ക് ലഭിക്കുന്നത്. കർത്താവെ, നാറ്റം വെച്ചു തുടങ്ങി, 4 ദിവസമായല്ലോ എന്നത് അവിശ്വാസത്തിൻ്റെയും നിരാശയുടെയും വാക്കുകളാണ്. എന്നാൽ അതിനപ്പുറമായി പ്രത്യാശ വിശ്വസിക്കുന്നവർക്ക് ക്രിസ്തു വാഗ്ദത്തം ചെയ്യുന്ന ഇവിടുത്തെ പ്രാർത്ഥന തന്നെ യാചനയല്ല, സ്തോത്ര അർപ്പണമാണ്. ക്രിസ്തുവിലൂടെ ദൈവം ചെയ്യുന്ന ജീവദായക രക്ഷാനുഭവം ഓരോ വിശുദ്ധ കുർബാനയും വെളിപ്പെടുത്തുന്നു. സാമ്രാജ്യ ശക്തികളുടെ മരണാനുഭവങ്ങളിൽ കഴിഞ്ഞ ജനതയുടെ രക്ഷയും വീണ്ടെടുപ്പുമായിരുന്ന ക്രിസ്തുവിൻ്റെ നിയോഗം, അതിൻ്റെ പൂർത്തീകരണമാണ് ക്രൂശിൽ നാം ധ്യാനിക്കുന്നത്. ഇന്ന് വിശ്വാസത്തിൻ്റെ ക്രിയാത്മക പ്രവൃത്തിയിലൂടെ സാമ്രാജ്യ ശക്തികളുടെ മരണാനുഭവങ്ങളിൽ നിന്നും ഈ സമൂഹത്തെ വിടുവിക്കുന്നതാണ് സഭയുടെ നിയോഗം. ഓരോ വിശുദ്ധ കുർബാനയും ഈ നിയോഗമാണ് പങ്കുവയ്ക്കുന്നത്. സ്വയം മുറിച്ചു നൽകുന്നതിലൂടെ ജീവൻ നൽകുന്ന വിശ്വാസത്തിൻ്റെ ക്രിയാത്മകത. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.